ഇതുവരെയായിട്ടും ഇതിനായൊരു ലോകം എത്തിക്കുക ഒരുപാട് ആൾക്കാർ വിളിച്ച് അപ്രിസിയേറ്റ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷെ അതില് സാറിന്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും? എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാം ഹൃദയത്തിൽ ചേർത്ത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോകുന്നുണ്ട്. എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാതെ പോകുന്നതാണ്. അവരോട് സ്നേഹത്തോട് അറിയിക്കാൻ അറിയുന്നത്. രാജുവിനെ പറ്റി പൃഥ്വിരാജിനെ പറ്റി അദ്ദേഹത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അജീബ് എന്നുള്ള പൃഥ്വിരാജ് തന്നെയാണ് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷവും അഭിമാനമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സമാധാന ലോകത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റായിട്ട് വളരുന്നത് ഡീസൻ്റായിട്ടുള്ള വലിയ സന്തോഷമാണ്. കാരണം മലയാള സിനിമ അതിന്റെ ഏറ്റവും മനോഹരമായ ദിശയിലൂടെ കടന്നു പോകുന്നു. അതിനോടൊപ്പം ആടുജീവിതവും ചേരുന്നു. ആടുജീവിതം വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പെരുന്നാൾ ആകുമ്പോഴത്തേക്ക്, വിഷു ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ സന്തോഷത്തിന്റെ നിറവിലാണുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മലയാള സിനിമ ഇന്ത്യയിലെമ്പാടും കൊണ്ടാടപ്പെടുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിപ്പം ആടുജീവിതത്തിലേക്ക് ആയപ്പോഴത്തേക്ക് അതൊരു ലോക നിലവാരത്തിലേക്ക് പോകുന്നു. ലോകത്തിന്റെ പലയിടങ്ങളിലും ആടുജീവിതം മനോഹരമായ രീതിയിൽ കൊണ്ടാടപ്പെടുന്നു. അത് മലയാള സിനിമയുടെ ഒരു വലിയ ഉയർച്ചയുടെ കാലഘട്ടമാണിത്. ആടുജീവിതത്തിനും അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ ആൾക്കാര് നെഞ്ചോട് ചേർത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അതിലുപരി എന്താ പറയാ, മൊത്തം ക്രൂവിന് തന്നെ ഒരു എന്താ പറയാ വളരെ നല്ല അനുഭവമാണ്. ആൻഡ് ഈ പാട്ട് തന്നതിലും ഒരുപാട് നന്ദി ആദ്യമായിട്ട് പറയണം ലസി സാറിനോടും, പിന്നെ എന്താ പറയാ AR റഹ്മാൻ സാറിനോടും, പിന്നെ ഈ കഥ നമുക്ക് സമ്മാനിച്ച ബെന്യാമിൻ സാറിനോടും, എല്ലാവരോടും, പിന്നെ ഇതിന് കാരണക്കാരനായ നജീബിക്ക, എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ വ്യാഴാഴ്ച ദിവസം പോലും നമ്മുടെ ഈ സമയത്ത് പോലും നമ്മുടെ ബുക്ക് മൈ ഷോയിലെയും മറ്റു ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലായിടത്തും ഓരോ ദിവസം കഴിയുമ്പോൾ ഷോയുടെ എണ്ണം കൂടുന്നു. അതേപോലെ തന്നെ എല്ലാ ഷോയ്ക്കകത്തും ഫുൾ ടൈം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് നല്ല അഭിപ്രായം മാത്രമാണ് കേട്ടത്. എന്നാലും എല്ലായിടത്തും ഉണ്ടല്ലോ 2% ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാണെല്ല, സ്വാഭാവികം. ബാക്കി വളരെ സന്തോഷമാണ്. ഇങ്ങനത്തെ നിറഞ്ഞ് കവിഞ്ഞ നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ ഓടുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായ സന്തോഷമാണ്. എല്ലാവരും പറയുന്നത് നീ എന്നെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനം ഉണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം എല്ലാവരും വീട്ടുകാരുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇന്റർവ്യൂസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ സംസാരിക്കുന്ന രീതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ മകൻ എന്നുള്ള നിലയിൽ ഇനി അവർ പറയുന്നത് ഇനി നിന്റെ പേരിലായിരിക്കും ഞങ്ങളൊക്കെ അറിയപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനം, സന്തോഷമാണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ആദ്യ പടത്തിൽ തന്നെ 100 അച്ചീവ് ചെയ്യാനാണ്. അപ്പോൾ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? 100 കോടി ആദ്യ പടത്തിൽ തന്നെ അടിക്കുമ്പോൾ അത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അഫ്കോഴ്സ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇത് അടുത്ത സിനിമകളിലും ഇനി നല്ലപോലെ ചെയ്യാന്നുള്ളൊരു ഇതാണ് എനിക്ക്, അങ്ങനെ ഒരു മൈൻഡാണ് എനിക്കുള്ളത്. ചോദ്യമുള്ളത്, ഇനി സെലക്റ്റീവായിട്ട് സിനിമകൾ എടുക്കണം. അതെ, സെലക്റ്റീവായിട്ട് നല്ല നല്ല സിനിമകൾ എടുത്ത് ഇതുകൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇനി നല്ലൊരു ആക്ടറായിട്ട് പേരെടുക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ്, എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ പ്രായത്തിനും എൻ്റെ പക്വതയ്ക്കും എൻ്റെ വിവരങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിവിനെ മാക്സിമം വേണ്ടി ശ്രമിക്കുകയും ചെയ്യും.